ആക്കി വെച്ചിരിക്കുന്നു. ആ വിളി, തെരഞ്ഞെടുപ്പ്, അതിനോടുള്ള നമ്മുടെ പ്രതികരണം ആര് നമുക്കായി പോകും. അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് യെശയ്യാവ് സമർപ്പിക്കുക. വിളിക്കുന്നത് ദൈവമാണ്, സമർപ്പിക്കേണ്ടത് എപ്പോഴും നമ്മളാണ്. The door of your heart doesn't has a handle from outside എന്ന് കേട്ടിട്ടുണ്ട്. ദൈവം വിളിക്കുന്നു, ദൈവം വാതിലിൽ മുട്ടുന്നു. വാതിൽ തുറക്കേണ്ടത് ഉള്ളിൽ നിന്നുമാണ്. ദൈവവിളിയോടുള്ള പ്രതികരണം പലപ്പോഴും എങ്ങനെയാണ്? സഭ എന്തുകൊണ്ട് സൂക്ഷിച്ചു പോകുന്നു? ഇടവകകൾ എന്തുകൊണ്ട് സൂക്ഷിച്ചു പോകുന്നു? ചുമതലകൾ എടുക്കുവാനായി വൈമുഖ്യം വരുന്നത് എന്തുകൊണ്ട്? ജീവിതത്തെ ദൈവവിളിയായി കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി ചില മണിക്കൂറുകൾ ചെലവാക്കുവാനായി വളരെ മടി തോന്നുന്നത് എന്തുകൊണ്ട്? ജീവിതത്തെ ദൈവവിളിയായി കാണുവാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ? ദൈവത്തിന് വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങൾ പോലും ചെയ്യുവാനായിട്ട് സാധിക്കാത്തത് എന്ത്? ദൈവവിളിയായി കാണാത്തത് കൊണ്ടല്ലേ? നല്ല ജോലികൾ ദൈവം തന്നിട്ടും ദശാംശം മാറ്റി വെക്കുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ദൈവവിളിയായി കാണാത്തത് കൊണ്ടല്ലേ? സ്വാർത്ഥതയുടെ കണ്ണുകൊണ്ടെല്ലാം കാണുന്ന, എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയും എന്ന ഭാവത്തോടെ എല്ലാം കാണുന്ന ആളുകൾക്ക് ജീവിതത്തെ ദൈവവിളിയായി കാണാനായിട്ട് സാധിക്കത്തില്ല. യെശയ്യാവ് തൻ്റെ ജീവിതത്തെ പുതുക്കിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ പറയുകയാണ്, അടിയനിതാ, അടിയനെ അയക്കണമേ. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായി ഒരുങ്ങുന്നു. നമ്മുടെ വിളി പുതുക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ വിളിക്കുന്നവനായ ദൈവത്തിന് മുമ്പാകെ തുറന്ന മനസ്സോടെ നമുക്ക് പറയാം, അടിയനിതാ, അടിയനെ അയക്കണമേ. പുതിയ വർഷത്തിൽ വരുന്നതായ എന്തൊക്കെയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് എന്ന് അറിയത്തില്ല. ഇതൊക്കെയും ഏറ്റെടുക്കുവാനായി അടിയനിതാ, അടിയനെ അയക്കണമേ. നീ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ക്രൂശായി കാണുവാൻ, വിശ്വസ്തയോടെ ആ ക്രൂശ് ചുമക്കുവാൻ, ക്രൂശിനെ വെട്ടിക്കുറയ്ക്കുവാൻ അല്ല, ക്രൂശിൻ്റെ ഭാരം കുറയ്ക്കുവാനായിട്ടല്ല, ക്രൂശിനെ വിശ്വസ്തയോടെ ചുമക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരുടെ മേലെ ഭാരങ്ങൾ ചാർത്തുന്ന ഒരു കൾച്ചറാണ് നമ്മുടെ ഇടയിൽ പലപ്പോഴും ഉള്ളത്. എനിക്ക് വളരെ സ്നേഹവും ആദരവുമുള്ള ഒരു അച്ഛനാണ് ചിന്നദുരെ അച്ഛൻ. പേരുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കർണാടകയിൽ നിന്നും ഉള്ള മലയാളി വംശജനല്ലാത്തതായ, ഞാനും കർണാടകയിലുള്ള അച്ഛനാണ്, പക്ഷെ മലയാളി വംശജനല്ലാത്തതായ ഒരു ആദ്യത്തെ നമ്മുടെ സഭയിലെ അച്ഛനാണ് ചിന്നദുരെ, ജോൺ ചിന്നദുരെ എന്നുള്ള അച്ഛൻ. അച്ഛൻ എന്നോട് പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ പല അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ സമർപ്പണമുള്ള ഒരു വ്യക്തിത്വമാണ്. അച്ഛൻ പറഞ്ഞു, ഒരിക്കൽ ദൈവം സംസാരിച്ചു. ചെറിയ പ്രായത്തിലാണ്, നീ ദൈവവേലയ്ക്കായി പോകണം എന്ന് പറഞ്ഞു. അച്ഛന് ഇഷ്ടമല്ലായിരുന്നു, പ്രസംഗിക്കാൻ പേടിയായിരുന്നു, ആളുകളുടെ മുമ്പിൽ നിൽക്കുവാനായി ഇഷ്ടമല്ലായിരുന്നു. അച്ഛൻ്റെ പപ്പായോട് പോയി പറഞ്ഞു. അവിടെ ഒരു അനിയനുണ്ട്, ഡെന്നീസ് എന്നാണ് പേര്, ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പ എന്നോട് ദൈവം വന്ന് പറഞ്ഞു, ഡെന്നീസിനെ ദൈവവേലയ്ക്ക് വിടണം എന്ന് പറഞ്ഞു. അപ്പനും മൂത്ത മോനും ചേർത്ത് ഡെന്നീസിനെ പിടിച്ചുകൊണ്ട് പിറ്റേ മാസം ബംഗാർപേട്ടിലുള്ള ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് ആക്കി. 2 മാസം കഴിഞ്ഞപ്പോൾ ഡെന്നീസിന് ജോണ്ടിസ് പിടിവിട്ടു. ജോണ്ടിസ് പിടിവിട്ടപ്പോൾ അവിടെ നിന്നും എഴുത്ത് വന്നു, വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരണം. വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പോകുമ്പോൾ ദൈവം ഒന്നോട് സംസാരിച്ചു, എടാ സത്യം പറയണം, ഞാൻ ഡെന്നീസിനെ ആയിരുന്നോ വിളിച്ചത്? അല്ല. അങ്ങനെ അനിയനെ വിളിച്ച് വീട്ടിലാക്കി അതേ പെട്ടി എടുത്തുകൊണ്ട് ചേട്ടൻ തിരിച്ച് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എന്നാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മളെ ഏൽപ്പിക്കുന്നതായ ദൗത്യങ്ങൾ, മറ്റുള്ളവരുടെ മേൽ ആ ഭാരം ചാർത്തി നമ്മൾ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പൂർണ്ണസമയ ശുശ്രൂഷയ്ക്കല്ലെങ്കിലും ദൈവം എല്ലാവരെയും വിളിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തിൽ നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പള്ളിയിൽ ഒരു പാഠം വായിക്കുന്ന ശുശ്രൂഷയാണെങ്കിലും, ഒരു സ്വത്രാഴ്ച എടുക്കുന്ന ശുശ്രൂഷയാണെങ്കിലും, പള്ളിയിലെ ഒരു ഭാരവാഹിയായി
ദൈവം നൽകുന്ന ശുശ്രൂഷയാണെങ്കിലും കുടുംബജീവിതത്തിലെ ഒരു കർത്തവ്യമാണെങ്കിലും ഒരു ദൈവവിളിയായിട്ട് കാണുവാനായിട്ട് നമുക്ക് പുതിയ വർഷത്തിൽ സാധിക്കട്ടെ. ദൈവം വിളിക്കുന്നവനായ ദൈവം വിശ്വസ്തനായി നടത്തുന്ന ദൈവമാണ്. എത്ര ത്യാഗമുണ്ടായെങ്കിലും എത്ര ത്യാഗം സഹിക്കേണ്ടതായി വന്നാലും ആ വിളിക്ക് വിശ്വസ്തരായി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ലോകത്തിലെ എല്ലാ ഭാരങ്ങളും മറന്ന് ക്രൂശിനെ എടുത്തുകൊണ്ട് പിൻഗമിക്കുവാൻ ആ വിളിയും തിരഞ്ഞെടുപ്പും വളരെ കൃത്യനിഷ്ഠതയോടെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. വിളിക്കുന്നവനായ ദൈവം വിശ്വസ്തനാണ്. യെശയ്യാവിൻ്റെ ജീവിതത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോയത്. ലൗകികമായി കണ്ടിരുന്ന എല്ലാ ശക്തി കേന്ദ്രങ്ങളും മിഥ്യയാണ് എന്ന് മനസ്സിലാകുന്നതായ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് എന്തൊക്കെയോ അവസാനിക്കുന്നു, പെട്ടെന്ന് എന്തൊക്കെയോ കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്ന ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ സ്ഥാപിക്കുവാൻ ജീവിതാനുഭവങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തെ പറ്റിയുള്ള ദർശനമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ദർശനം ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നമുക്ക് കാട്ടിത്തരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ഓരോ ആരാധനയിലും ഓരോ പ്രാർത്ഥനയിലും ഓരോ ദിവസവും ദർശിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവം പരിശുദ്ധിയെപ്പറ്റി നമുക്ക് ബോധ്യം നൽകുമ്പോൾ നമ്മുടെ ഇല്ലായ്മകളെപ്പറ്റി നമ്മളുടെ കുറവുകളെപ്പറ്റി പൂർണ്ണമായ ബോധ്യമുള്ളവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവസന്നിധിയിൽ വിനയമുള്ളവരായി നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുവാൻ എളിമപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. അഹന്തയിൽ ഉയർന്നു നിൽക്കുന്ന ദൈവകൃപ ഒഴുകി വരുവാൻ സാധിക്കാത്തതായ ഉയർന്ന ജീവിതാനുഭവങ്ങളെ ദൈവം ഉടച്ചു മാറ്റട്ടെ. ദൈവസന്നിധിയിൽ താഴ്വാനായി ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മളുടെ അശുദ്ധികളെ കാട്ടിത്തരുന്നതാണ്. ഞാൻ ആരാണ് എന്ന യഥാർത്ഥമായ ബോധ്യത്തിലേക്ക് തിരിച്ചു വരുവാൻ നമുക്ക് ഇടയാകട്ടെ. ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ദൈവം ശുശ്രൂഷയ്ക്കായി നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുവാനായി ലോകത്തിൽ നമ്മെ ശുദ്ധീകരിച്ച് നടത്തുന്ന ദൈവമാണ്. ആ വലിയ ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ വിളിയോടെ ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ, ക്രൂശെടുത്ത് ദൈവത്തെ അനുകരിക്കുവാൻ, കർത്താവിനെ ഈ ലോകത്തിൽ സേവിക്കുവാൻ, ദർശനത്തിൻ്റെ പുതിയ ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ, അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധ റൂഹ കൊണ്ട് നമ്മളെല്ലാവരെയും ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.